പലരും നിരുത്സാഹപ്പെടുത്തുന്നു. ഏകദേശം ഒരു മാസം ഇതിൻ്റെ തയ്യാറെടുപ്പ് വേണമല്ലോ. സാമ്പത്തികമായി നല്ല ചിലവുണ്ട്. പിന്നെ ദിവസങ്ങളുണ്ട്. 10-24 ദിവസം 25 ദിവസത്തോളം നമ്മൾ ചിലവാക്കണം. അതിൽ 14 ദിവസം നമ്മൾ ഷിപ്പിൽ തന്നെയാണ്. എൻ്റെ ആഗ്രഹം ഭൂമി ഇപ്പോൾ 7 വൻകര ഉണ്ടെങ്കിൽ 7 വൻകരയിലും പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അപ്പോൾ 2020 പോയത്. ജനുവരി ഫെബ്രുവരി മാസമേ അവിടെ പോകാൻ പറ്റുള്ളൂ. അവിടുത്തെ ചൂടുകാലം അതാണ്. ചൂടുകാലം എന്ന് പറഞ്ഞാൽ -20 ആണ്. അല്ലാത്ത അവസരത്തിൽ നല്ല -87 ആണ് മാക്സിമം ടെമ്പറേച്ചർ അവിടെ വരുന്നത്. ഈ -20 ആകുമ്പോൾ ഐസ്ബർഗ് ഒക്കെ നീങ്ങിയിട്ട് ഷിപ്പുകൾ അവിടത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അർജന്റീനയുടെ പോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഷിപ്പിൽ കയറുന്നത്. ഷിപ്പിൽ കയറി നമ്മൾ ആദ്യം പോകുന്നത് ഉഷാഗോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഭൂമിയുടെ തെക്കേ അറ്റത്താണ്, ഏറ്റവും തെക്കേ അറ്റത്ത്. അവിടെ തെക്കേ അറ്റത്ത് കടലിലൊരു പോസ്റ്റ് ഓഫീസും കൂടിയുണ്ട്. അതിൻ്റെ അപ്പുറം പിന്നെ കരയില്ല. കാർഡൊക്കെ വാങ്ങി അയക്കാം. നമ്മളെ പാസ്പോർട്ടിൽ അവർ സീൽ ചെയ്ത് തരും. നിങ്ങളെ ഭൂമിയുടെ തെക്കേ അറ്റത്ത് എത്തിയെന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഡോളർ അവർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഷിപ്പിൽ യാത്ര പോകും. അങ്ങനെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ഞങ്ങൾ അന്റാർട്ടിക്കയിലെത്തി. അപ്പം ഞങ്ങൾ എല്ലാവരും അന്റാർട്ടിക്കയിൽ വെച്ച് റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു. അപ്പം ഭൂമിയിലെ 5ാമത്തെ ഏറ്റവും വലിയ വൻകരയാണ്. ഏകദേശം 1.9 കിലോമീറ്റർ തിക്നെസ് ആണ് ഐസ് മൂടി കിടക്കുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഐസൊക്കെ ഉരുകിയാൽ എവറസ്റ്റാറ്റേ ബാക്കിയുണ്ട്. ബാക്കി ഭൂമി മുഴുവനും വെള്ളത്തിലേക്ക് മുങ്ങും. പല ലെയറിലായിട്ടുള്ള 4-5 ഡ്രസ്സാണ് നമ്മൾ ഇടുക. എന്നാൽ തന്നെയും ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഷിപ്പിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5-10 മിനിറ്റ് നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് യാത്രക്കാർക്കൊന്നും അവിടെ കരയിൽ ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റില്ല, അനുവദിക്കുകയും ചെയ്യില്ല. അടുത്ത പോർട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ കാഴ്ചകൾ കാണുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ കാണുന്നത് എന്നുള്ള പെൻഗിൻ, ആൽബർട്ടോസ് എന്ന് പറഞ്ഞ പക്ഷികൾ, 27 അടിയോളം നീളമുള്ള തിമിംഗലങ്ങൾ നമ്മൾ കാണും. പിന്നെ തിരിച്ച് ഉറുഗ്വേയിൽ വരുന്നുണ്ട്. അർജന്റീന ആയാലും ഉറുഗ്വേ ആയാലൊക്കെ വേൾഡ് ഫുട്ബോളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അർജന്റീനയിൽ ഞങ്ങൾക്കറിയാം ഏറ്റവും വലിയ ഫുട്ബോൾ താരങ്ങളൊക്കെ കളിച്ച ഫുട്ബോൾ ഗ്രൗണ്ടും സ്റ്റേഡിയം ഒക്കെ കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലിയിൽ പോയ മാച്ചു പിച്ചു, ഒരു ലോകാത്ഭുതങ്ങളിലൊന്നാണ് മാച്ചു പിച്ചു. അതൊക്കെ കണ്ടിട്ടാണ് പിന്നെ തിരിച്ച് ഏകദേശം 10-22-23 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ തിരിച്ചെത്തുന്നത്. പക്ഷെ എനിക്കന്ന് വിഷമമുണ്ടായത് ഈ 14 ദിവസം ഈ ക്രൂയിസ് ഷിപ്പിൽ കഴിയണമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ക്രൂയിസ് ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നിയ ഒരു 2-3 ദിവസം കൂടി ഇതിൽ കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. അത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള 2-3 നീന്തൽക്കുളങ്ങൾ, ജോഗിങ് കാര്യങ്ങൾ, പിന്നെ 1000-ഓളം ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന തിയേറ്റർ, എല്ലാ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്രൂയിസ് ഷിപ്പായിരുന്നു അത്. അതൊരു ശരിക്കും ജീവിതത്തിൽ ഞാൻ പറയുന്നു, ആൾക്കാർ എന്തായാലും ഇത്തരം യാത്രകളൊക്കെ നടത്തിയിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ ഇന്ത്യക്കാർ അവിടത്തേക്ക് എത്തുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇപ്പം മാറ്റങ്ങൾ വന്നു തുടങ്ങി. കഴിഞ്ഞ വർഷമൊക്കെ ധാരാളം എൻ്റെ സുഹൃത്തുക്കളൊക്കെ അന്റാർട്ടിക്കയിലേക്ക് പോയിരുന്നു. അതിൽ പോകാൻ മടിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ 1 ദിവസങ്ങളാണ്. ഇത്രയും ദിവസങ്ങൾ നമ്മൾ ചിലവഴിക്കണം. 2 സാമ്പത്തിക ചെലവ്, പിന്നെ ആരോഗ്യം. ഇതൊക്കെ ആയിരിക്കാം. യാത്രയിലൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായതായിട്ട് എനിക്ക് അറിവില്ല. എനിക്കും ഉണ്ടായിട്ടില്ല, മറ്റുള്ളവർക്കും ഉണ്ടായിട്ടില്ല. പോകാനുള്ള രാജ്യങ്ങൾ ധാരാളം ഉണ്ട്. യൂറോപ്പിൽ തന്നെ ഇപ്പോൾ 10-30 രാജ്യങ്ങളെ ഞാൻ പോയിട്ടുള്ളൂ. യൂറോപ്പ് എത്രയോ രാജ്യങ്ങളുണ്ട്. ഇപ്പം ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങൾ പോകാനുണ്ട്. എനിക്ക് മെക്സിക്കോയിൽ പോകണമെന്നുണ്ട്. ലോകാത്ഭുതങ്ങളൊന്നും അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ കുറേ രാജ്യങ്ങളുണ്ട്. അൾജീരിയ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ. അതൊക്കെ എനിക്ക് പോകണമെന്നുണ്ട്. ആരോഗ്യവും സമയവും ജീവിതം തന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ പോകാൻ പറ്റുമല്ലോ, ഞാൻ പോയിരിക്കും. അത് ഗോക്കൈറ്റാണ് സംഘടിപ്പിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടെ പോവുകയുള്ളൂ. അത് അവരുമായിട്ടുള്ള മുൻകാല പരിചയം മുൻനിർത്തി.